കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിന് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇത് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന പ്രോഗ്രാം പല എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തു. ഇനി മെജ്ജുഗൊരിയിലെ പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ആണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലെല്ലാം നാം കാണുവാൻ പരിശ്രമിച്ചത്. ലോകം ഇന്ന് വരെ കണ്ടിരിക്കുന്ന ഏറ്റവും ദീർഘമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ മെജ്ജുഗൊരിയിൽ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയുണ്ടായി. ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് മെജ്ജുഗൊരി എന്ന ഗ്രാമത്തിൽ പരിശുദ്ധയമ്മ 1981 ആരംഭിച്ച പ്രത്യക്ഷപ്പെടൽ, വ്യക്തിപരമായ പ്രത്യക്ഷപ്പെടൽ ഇപ്പോഴും തുടരുന്നുവെന്നും 40 വർഷം കഴിഞ്ഞപ്പോൾ പബ്ലിക് പ്രത്യക്ഷപ്പെടൽ അമ്മ നിർത്തിവെച്ചുവെന്നും, എങ്കിലും പേഴ്സണലായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും നാം മെജ്ജുഗൊരിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇത് മെജ്ജുഗൊരിയിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തുടങ്ങിയതിൻ്റെ 50ാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. മെജ്ജുഗൊരിയിൽ പരിശുദ്ധ അമ്മ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനെ കുറിച്ച് പറയുവാൻ ആരംഭിച്ചതിൻ്റെ 50ാമത്തെ എപ്പിസോഡ്. അതുകൊണ്ട് ഇന്ന് ഈ 50ാം മെജ്ജുഗൊരിയിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ 50ാമത്തെ ഈ എപ്പിസോഡ് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മ നൽകിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മെജ്ജുഗൊരിയിലെ പ്രത്യക്ഷപ്പെടലിൻ്റെ ഈ 50ാം എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. മക്കളെ, നിങ്ങളെല്ലാവരും നിങ്ങളെ എൻ്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ സ്വന്തമായി മാറുക. എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ ഈശോയുടെ സ്വന്തമാവുക, ഈശോയെ സ്വന്തമാക്കുക. ഇതാണ് മെജ്ജുഗൊരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം. ഒരു പ്രതിഷ്ഠ നമ്മൾ ഓരോരുത്തരും, അത് വ്യക്തിപരമായി ആയിക്കോട്ടെ, കുടുംബം ഒന്നിച്ചായിക്കോട്ടെ, ഇടവകയൊന്നിച്ചായിക്കോട്ടെ, മെത്രാന്റെ നേതൃത്വത്തിൽ ഒരു രൂപത ഒന്നിച്ചായിക്കോട്ടെ, ഒരു പ്രതിഷ്ഠ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് നടത്തുവാൻ പരിശുദ്ധ അമ്മ ലോകത്തോട് മുഴുവനും ആവശ്യപ്പെടുകയാണ്. ചിലപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില സംശയങ്ങൾ കടന്നു വരാം. ഈശോയ്ക്ക് പ്രതിഷ്ഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുന്നത്? ഈശോയല്ലേ ദൈവം, പിന്നെ പരിശുദ്ധ അമ്മയ്ക്ക് എന്തിനാ ഇത്രമാത്രം പ്രാധാന്യം നൽകുന്നത്? ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, ഈശോയ്ക്ക് എന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, പിന്നെ എന്തിന് മേരിയെ കൂട്ടുപിടിക്കണം? ഇങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ പ്രതിഷ്ഠിക്കണമെന്ന് പല പ്രത്യക്ഷപ്പെടലുകളിലൂടെ ഈശോ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഈശോ പറഞ്ഞു തന്നിരിക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അമ്മയുടെ വിശുദ്ധിയോട് നിങ്ങളെ ചേർത്തു വെച്ച് എനിക്ക് പ്രതിഷ്ഠിക്കും. പരിശുദ്ധ അമ്മയും ഈശോയും പ്രിയമുള്ള സഹോദരങ്ങളെ, അവര് രണ്ട് ധ്രുവങ്ങളിൽ പ്രവർത്തിക്കുന്നവരല്ല. പരിശുദ്ധ അമ്മയുടെ എല്ലാ പ്രത്യക്ഷപ്പെടലുകളിലും പരിശുദ്ധ അമ്മ പരിശ്രമിക്കുന്നത് നമ്മളെ ഈശോയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൂടുതൽ ആയി പോകുന്നു എന്ന് നിങ്ങൾ സംശയിക്കരുത്. പലരും ഇങ്ങനെ പറഞ്ഞ് തെറ്റായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരാറുണ്ട്. ഈശോ പല പ്രത്യക്ഷങ്ങളിലും പറയുന്നത്, നിങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ അടുത്തേക്ക് വരണം. കാരണം നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ബലഹീനരാണ്, നമ്മളൊക്കെ പല രീതിയിലും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത പാപക്കറകൾ നമ്മുടെ ആത്മാവിൽ പുരളുന്നവരാണ്. അതുകൊണ്ട് അമ്മ പറയുന്നു, ഈശോ തന്നെ പറയുന്നു, നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ മറിയം അവൾ കളങ്കരഹിതയാണ്, മറിയം അവൾ പാപമില്ലാത്തവളാണ്, മറിയം അവൾ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യയാണ്, അവൾ ത്രിലോകരാജ്ഞിയായി ദൈവം വാഴിച്ചവളാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ആ നിർമ്മലതയോട്, അമ്മയുടെ വിശുദ്ധിയോട്, അമ്മയുടെ നിഷ്കളങ്കതയോട്, ദൈവത്തെ പ്രീതിപ്പെടുത്തിയ പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങളോട് അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മ ചേർത്ത് വയ്ക്കും. നമ്മുടെ പാപം, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ പോരായ്മകള്, കുറവുകൾ പരിശുദ്ധ അമ്മയുടെ ആ വിശുദ്ധി പരിഹരിച്ച് അമ്മ നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യതയുള്ളവരായി മാറുന്നു. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ കുറവുകളോട് കൂടിയാണ് സമർപ്പിക്കുക. ദൈവം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ സ്വീകാര്യതയുള്ളവരായി മാറുന്നു. അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും നിങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ അടുത്തേക്ക് വരുവാൻ ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ നിങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് കൂടുതൽ സ്വീകാര്യതയുള്ളവരായി മാറുന്നുവെന്ന് ഈശോ തന്നെ പല പ്രത്യക്ഷ പള്ളികളിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളൊരു പ്രതിഷ്ഠ നടത്തണം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയ്ക്കാണ് ആ പ്രതിഷ്ഠ നമ്മൾ നടത്തുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം എന്നുള്ളത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഇതാണ് മെജ്ജുകുരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് അനേകർ, ലക്ഷക്കണക്കിന് ആൾക്കാർ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞു. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 33 ദിവസം ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാൾ ദിവസം പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഇന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണം, പഠിക്കണം, അങ്ങനെ നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാദർ ജെയിംസ് ക്ലിയനാനിക്കൽ അച്ഛൻ്റെ സ്വർഗത്തിലെ വലിയ അടയാളം എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന ആ സ്ഥാനത്തെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ദൈവസന്നിധിയിൽ വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യവും ദൈവത്തിന് മഹത്വം നൽകുന്ന ഒരു കാര്യവുമാണ് എന്ന് ജെയിംസ് ക്ലിനാനിക്കൽ അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് ദൈവസന്നിധിയിൽ വളരെ ശ്രേഷ്ഠമായ കാര്യവും ദൈവം മഹത്വപ്പെടുന്ന നിമിഷവുമാണ് എന്ന്. അതിന് അച്ഛൻ അങ്ങനെ പറയാൻ കാരണം അച്ഛൻ തന്റെ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ച് പറയുന്നതല്ല. അച്ഛൻ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനെയാണ് കോട്ട് ചെയ്യുക. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഭക്തി, യഥാർത്ഥ മരിയ ഭക്തി എന്താണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച വലിയ വിശുദ്ധനാണ് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട്. ഈ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ആണ് പരിശുദ്ധ അമ്മയുടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ലോകത്ത് പ്രചരിപ്പിച്ചത്.
വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ്: ഈശോ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഈ ലോകത്തിലുള്ള സർവ്വ ജനങ്ങളെയും മാനസാന്തരപ്പെടുത്തുന്നതിലും വലിയ മഹത്വം ദൈവത്തിന് നൽകിയത് 30 വർഷം പരിശുദ്ധ കന്യകാമറിയത്തിന് വിധേയപ്പെട്ടു ജീവിച്ചു എന്നതിലാണ് എന്ന് വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് പറഞ്ഞു തരുന്നു. കർത്താവ് ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അനേകം പേരെ മാനസാന്തരത്തിലേക്ക് നയിച്ചാൽ എന്നതിലും ഉപരി മഹത്വം ദൈവത്തിന് നൽകുന്നത് 30 വർഷം മറിയത്തിന്, പരിശുദ്ധ കന്യകാമറിയത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു എന്നതിലാണെന്ന്. അതായത് ഈശോ തന്നെ ദൈവമായിരുന്നിട്ടും ഒരു മനുഷ്യനായ പരിശുദ്ധ കന്യകാമറിയത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യനായ പരിശുദ്ധ കന്യകാമറിയത്തിന് വിധേയപ്പെട്ട് ദൈവം 30 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചുവെങ്കിൽ വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് നമ്മളോട് ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ്, നമ്മളും യേശുക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിക്കണമെന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ വഴിയെ സഞ്ചരിക്കണമെന്ന് വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് പറയുമ്പോൾ ഏത് വഴിയാണ് യേശുക്രിസ്തു സ്വീകരിച്ചത്? മറിയത്തിന് 30 വർഷക്കാലം വിധേയപ്പെട്ട് സ്വയം മറിയത്തിന് സമർപ്പിച്ച് ജീവിച്ചു. മറിയം പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ചു. മറിയത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ആ വിധേയത്വമാണ് ഇന്ന് ലോകത്തുള്ള സകലരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഈശോയുടെ വഴി, അവൻ പരിശുദ്ധ കന്യാമറിയത്തിന് തന്നെ സമർപ്പിച്ച് 30 വർഷക്കാലം ഈ ലോക ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഈശോ ജീവിച്ചു എന്നതിലാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം എന്ന് വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് നമുക്ക് പറഞ്ഞു തരിക. ഈശോയുടെ ആ വഴി, ഈശോ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചതുപോലെ, അമ്മയ്ക്ക് സമർപ്പിച്ചതുപോലെ, അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ നമ്മളും പരിശുദ്ധ കന്യകാമറിയത്തിന് വിധേയത്വമുള്ളവരായി ജീവിക്കണമെന്ന് വിശുദ്ധ ലൂയിസ് ദി മോണ്ട്ഫോർട്ട് ആഹ്വാനം ചെയ്യുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മെഡ്ജുഗരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു: മക്കളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച മക്കളെയും കുടുംബങ്ങളെയും രൂപതകളെയും ഇടവകളെയും ഞാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കുകയില്ല എന്ന്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കില്ല. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്ന് അതിനുള്ള അധികാരമുണ്ട്. ദൈവസന്നിധിയിൽ അവൾ സ്വീകാര്യയാണ്. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം, പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയുള്ളതാണ്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്തിന് കൂടെ ഉണ്ടായ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ദർശനങ്ങൾ നമുക്കറിയാവുന്നതാണ്. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിന് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത് അന്ന് കണ്ടത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോ ഇപ്രകാരം സംസാരിക്കുന്നത് വിശുദ്ധ ബ്രിജിത്ത് കേൾക്കുകയാണ്. ഈശോയോട് സംസാരിച്ച ഇപ്രകാരം: അമ്മേ, ഈ ലോകത്ത് ഞാൻ ആയിരുന്നപ്പോൾ അമ്മ ഈ ലോകത്ത് ഒന്നും എനിക്ക് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ സ്വർഗത്തിൽ അമ്മ ചോദിക്കുന്നതൊന്നും ഞാൻ നിഷേധിക്കുകയില്ല എന്ന്. അത് പരിശുദ്ധ അമ്മയോടുള്ള ഈശോയുടെ ആ വലിയ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. ഈ ലോകത്ത് ഞാനായിരുന്നപ്പോൾ അമ്മ എനിക്കൊന്നും നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ അമ്മ ചോദിക്കുന്നതൊന്നും ഞാനും നിഷേധിക്കില്ല എന്ന് ഈശോ തന്നെ പരിശുദ്ധ അമ്മയോട് പറയുന്നത് വിശുദ്ധ ബ്രിജിത്ത് ഒരു ദർശനത്തിൽ കാണുകയാണ്. ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയും മെഡ്ജുഗരിയിലൂടെ നമ്മോടും പറയുക: എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ പിന്നെ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ പിന്നെ നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്.
എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി ഈശോയുടെ സ്വന്തമായി മാറുവാൻ നാം പരിശ്രമിക്കണം. ഇന്ന് അനേക ലക്ഷക്കണക്കിന് ആളുകൾ അത് ചെയ്തു കഴിഞ്ഞു. ചെയ്തവർ എല്ലാ വർഷവും അതൊന്ന് റിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഇനി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പരിശുദ്ധ അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അമ്മയുടെ വിശുദ്ധിയോട് നമ്മളെ ചേർത്ത് നിർത്തി ഈശോയ്ക്ക് സമർപ്പിക്കും. ഇനി അടുത്തതായി, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ പുണ്യത്തിൽ നമ്മളും പങ്കാളികളാവുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, എന്തു വലിയ കാര്യമാണ്! പാപികളായ നമ്മൾ, ബലഹീനരായ നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുണ്യങ്ങളിൽ നമ്മളും പങ്കാളികളാകും. അമ്മയുടെ പുണ്യത്തോട് ചേർത്ത് വെച്ച് അമ്മ നമ്മളെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ സ്വീകാര്യതയുള്ളവരായി മാറുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കുറവുമില്ലാതെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ഈശോയെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ചത് പരിശുദ്ധ കന്യകാമറിയം ആണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ദേവാലയത്തിൽ കടന്നു വന്നു. അമ്മ ഈശോയെ ശിമിയോന്റെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ ഒരു കുറവുമില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുമെന്നുള്ള ഉറപ്പ് ദൈവം പരിശുദ്ധ അമ്മ മെജ്ജുകുരിലൂടെ നമുക്ക് നൽകുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒന്ന്, നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃസ്നേഹം ഒരു പ്രത്യേകമായ വിധത്തിൽ നമ്മെ ആവരണം ചെയ്യുന്നു. ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച മക്കൾക്ക് പ്രത്യേകം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃസ്നേഹം നമ്മളെ ആവരണം ചെയ്ത് അമ്മ നമ്മെ വഴി നടത്തുന്നു. രണ്ടാമതായി, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുപറ്റുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി നമ്മളെ പൊതിഞ്ഞ് നമ്മളെയും വിശുദ്ധരാകുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കും. ഇത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്, ഈ ലോകത്ത് വിശുദ്ധരായി മാറുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധരായി മാറുവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി പരിശുദ്ധ കന്യകാമറിയത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പാപികളാണ്, ബലഹീനരാണ്. എന്നാൽ പരിശുദ്ധ അമ്മ വിശുദ്ധയാണ്. അമ്മയുടെ വിശുദ്ധിയാൽ നമ്മളെ പൊതിഞ്ഞ് നമ്മളെയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് എത്തുവാൻ പരിശുദ്ധ അമ്മ സഹായിക്കുമെന്ന് പല വിശുദ്ധരും, പ്രത്യേകിച്ച് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്: എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളെ ഞാൻ പ്രത്യേകമായി സംരക്ഷിക്കും. ഇതാണ് നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം. നമുക്ക് പല മേഖലകളിൽ നിന്നും പരിശുദ്ധ അമ്മ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് നൽകുകയാണ്. പ്രത്യേകമായൊരു അപകടത്തിലാണ് നമ്മളെങ്കിൽ പരിശുദ്ധ അമ്മ, നമ്മൾ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ ഈ അപകട സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. വിശുദ്ധ ജോസഫ് കബറീനി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം ഇത് തന്നെയാണ്. ജോസഫ് കബറീനി പറയുന്നത് ഇപ്രകാരമാണ്: നീ ഒരു അപകട അവസ്ഥയിലാണെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് തിരിയുക. അതിന്റെ ആത്മീയ അപകടമായിക്കോട്ടെ, ഭൗതിക അപകടമായിക്കോട്ടെ, നീ ഏതെങ്കിലും പ്രത്യേക ഒരു അപകട അവസ്ഥയിലാണെങ്കിൽ നീ പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് തിരിയുക, അമ്മയിൽ ശരണം വയ്ക്കുക,
അമ്മയിൽ ആശ്രയിക്കുക. അമ്മ നിന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കും, നീ ആശ്വസിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ജോസഫ് ഖബറീനി പറഞ്ഞു തരുന്നുണ്ട്. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഓരോ മക്കളെയും പല അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യവും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്തതായി പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന മക്കളെ അമ്മ എല്ലാ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കും. പരിശുദ്ധ അമ്മയും തിന്മയും തമ്മിൽ ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ പല വർഷങ്ങളായി ചില തിന്മയിൽ നിന്ന് മോചിതരാകുവാൻ പരിശ്രമിക്കുന്നുണ്ടാകാം, എന്നാൽ പലപ്പോഴും നമ്മൾ വീണു പോകുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെടുമ്പോൾ തിന്മയുടെ സ്വാധീനം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവം അനേകരുടെ ജീവിതത്തിൽ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന മറ്റൊരു അംഗീകാരമാണ്. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യമക്കളെ സംരക്ഷിക്കുക. ഇത് പരിശുദ്ധ അമ്മ പ്രത്യേകമായി നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണമാണ്, തിന്മയിൽ നിന്നുള്ള സംരക്ഷണം. ഇനി അടുത്തതായി പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന മക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പറഞ്ഞിരുന്ന ഇപ്രകാരമാണ്: നരകത്തിൽ പോകുവാൻ അവരെ അമ്മ അനുവദിക്കില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരുന്ന മക്കൾ, അമ്മയുടെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന മക്കൾ നരകത്തിൽ പോകുവാൻ അമ്മ അനുവദിക്കില്ല. അമ്മ അതിനെ ഏതെങ്കിലും മേഖലയിൽ തിന്മ സാത്താൻ ഈ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അമ്മ അവരെ പൊതിഞ്ഞു സൂക്ഷിക്കും. അവര് ചില അവസ്ഥയിലൂടെയൊക്കെ ചിലപ്പോൾ ചില വീഴ്ചയിലൂടെ കടന്നുപോയെന്നിരിക്കും. എന്നാൽ പരിശുദ്ധ അമ്മയെ ഗൗരവമായി എടുത്തിരിക്കുന്ന വ്യക്തികൾ, അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കളാണെങ്കിൽ പരിശുദ്ധ അമ്മ ഇപ്രകാരമുള്ള സമയങ്ങളിൽ സഹായിയായി കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ സ്വർഗഭാഗ്യത്തിന് അർഹരാകും എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. പരിശുദ്ധ അമ്മ ഈ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രത്യക്ഷപ്പെടലുകളും ഈ ലോകത്തെ മുഴുവനും നമ്മളെ ഓരോരുത്തരെയും ഈശോയുടേതാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നു, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മക്കൾ നിത്യ സൗഭാഗ്യത്തിന് അർഹരാകും. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന മക്കളെ അമ്മ വഴി നടത്തുമ്പോൾ അമ്മ നടന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചിട്ട് അമ്മയോട് മറുതലിച്ചു നിന്നാൽ ഈ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക സാധ്യമല്ല. അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കൾ ആ സ്നേഹത്തിൽ തന്നെ തുടരുക, അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുക, അമ്മ നടത്തുന്ന വഴിയെ സഞ്ചരിക്കുക, അമ്മയോട് മറുതലിച്ചു നിൽക്കാൻ പാടില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ നിത്യ സൗഭാഗ്യത്തിന് അർഹയാകും, അതിന് നമ്മളെ സഹായിക്കുമെന്നുള്ള ഉറപ്പ് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമുക്ക് നൽകുകയാണ്. മറിയത്തിനുള്ള സമർപ്പണം നമ്മളെ ഈശോയുടെ സ്വന്തമാക്കി മാറ്റുകയും നിത്യരക്ഷ നമുക്ക് അവകാശമായി ലഭിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ജോസഫ് കഫാസോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. വിശുദ്ധ ജോസഫ് കഫാസോ ഇപ്രകാരം പറഞ്ഞു തരുന്നു: നിനക്ക് നിത്യരക്ഷ സ്വന്തമാക്കണമെങ്കിൽ, ഒളിമങ്ങാത്ത സ്വർഗീയ കിരീടം നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ ശരണം വയ്ക്കുക. മനുഷ്യ മക്കൾ പരിശുദ്ധ അമ്മയെ അറിയുവാനും സ്നേഹിക്കുവാനും നിന്നിലൂടെ ഇടവരത്തക്ക വിധം നീ അവളെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. നിത്യരക്ഷ നിനക്ക് അവകാശമാക്കണമെങ്കിൽ, ഒളിമങ്ങാത്ത സ്വർഗീയ കിരീടം നിനക്ക് അവകാശമായി ലഭിക്കണമെങ്കിൽ
പരിശുദ്ധ കന്യകാമറിയത്തിൽ നീ ശരണം വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർ അമ്മയെ സ്നേഹിക്കത്തക്ക വിധം, അമ്മയെ അറിയത്തക്ക വിധം നീ ജീവിക്കുകയും അമ്മയെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിത്യരക്ഷ ഈശോ നിനക്ക് അവകാശമാക്കി നൽകും എന്ന് വിശുദ്ധ ജോസഫ് കഫാസോ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന മക്കൾ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന മക്കൾ, അവർ ഈശോയെ സ്വന്തമാക്കും, നിത്യരക്ഷ സ്വന്തമാക്കുമെന്നുള്ള ഉറപ്പ് മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മെജ്ജുകരി അപ്പരീഷൻസിനെ കുറിച്ച് നൽകുന്ന ഈ 50ാമത്തെ എപ്പിസോഡിൽ ഈ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഓരോരുത്തരും ഇനിയും ആരെങ്കിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് നമ്മളെ പ്രതിഷ്ഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം വളരെ ഗൗരവമായി എടുത്ത് എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് സ്വർഗം അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. അതിന് ഏറ്റവും ഫലവത്തായ, ഏറ്റവും നല്ല ഒരു മാർഗം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിന്റെ 33 ദിവസത്തെ നൊവേന ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. അത് ഇപ്രകാരമാണ്. നമുക്കറിയാം, നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി അറിയാം, 33 days of consecration to the Immaculate Heart of Mary എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മലയാളത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മൾ 33 ദിവസം ഒരുങ്ങുകയാണ് നൊവേന ചൊല്ലി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ 33 ദിവസം ഒരുങ്ങുന്നു. എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസം, അത് 34 ഒരുക്കം പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തിരുനാളിന്റെ 33 ദിവസം മുൻപ് ഈ ഒരുക്കം ആരംഭിക്കുകയാണ്. അമലോത്ഭ മാതാവിൻ്റെയോ ഇല്ലെങ്കിൽ മംഗളവാർത്ത തിരുനാളിൻ്റെയോ സ്വർഗാരോഹണ തിരുനാളിൻ്റെയോ അല്ലെ കർമ്മല മാതാവിൻ്റെ തിരുനാളൊക്കെ ജൂലൈ മാസത്തിലൊക്കെ വരുന്നുണ്ട്. സ്വർഗാരോഹണം ഓഗസ്റ്റ് മാസത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ പല തിരുനാളുകളുണ്ട്. ഈ തിരുനാളുകൾക്കെല്ലാം 33 ദിവസം മുമ്പ് നമ്മൾ ഈ നൊവേനകൾ ചൊല്ലാൻ ആരംഭിക്കുക. അങ്ങനെ 33 ദിവസം ഒരുങ്ങുക. ആ 34ാം ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ. ഈ തിരുനാൾ ദിവസം അതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുക്കത്തിൽ നന്നായിട്ട് കുമ്പസാരിച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത് വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മളെ തന്നെ നമ്മുടെ പുസ്തകത്തിൽ ഒരു പ്രതിഷ്ഠാ ജപമുണ്ട്. ഈ പ്രതിഷ്ഠാ ജപം ചൊല്ലി ചിലത് അതിനകത്ത് സൈൻ ചെയ്യുന്ന, നമ്മൾ ഒപ്പിടുന്ന ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ എഴുതി, നമ്മളെ തന്നെ എഴുതി ആ ഷീറ്റ് പ്രതിഷ്ഠാ ജപം എഴുതി ഒപ്പിട്ട് നമ്മൾ വായിക്കുകയാ പരിശുദ്ധ അമ്മയ്ക്ക്. വളരെ ഫോർമലായിട്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഈ കാര്യം ചെയ്യുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ 33 ദിവസം വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരുങ്ങി 34ാം ദിവസം പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ ദിവസം വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് യോഗ്യതയോടുകൂടി വിശ്വകുർബാന സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി ഈ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമുക്ക് അമ്മയിലൂടെ ഈശോയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ പരിശ്രമിക്കാം. ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഇത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മെജ്ജുവരിയിലൂടെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ച് ഈശോയുടെ സ്വന്തമായി മാറണം എന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സ്വന്തമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാം. അതിനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരുക്ക സമയത്ത് നമ്മൾ മാറിപ്പോകാതെ, വിട്ടുപോകാതെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടു കൂടി 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകൾ നൊവേനയൊക്കെ ചൊല്ലി പൂർത്തിയാക്കി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിവസം അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് ഈശോയുടെ സ്വന്തമായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.